ഇന്ന് ജാനുവരി 4. ടുഡേയ്സ് മൈ 5-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. പക്ഷേ പതിവില്ലാതെ ഞാൻ രാവിലെ എണീറ്റു. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് എൻ്റെ കണ്ണിൻ്റെ മഞ്ഞളിച്ച് പോയി. രാവിലെ ഉറക്കണിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. ഉച്ചയായി. നാളെ ബർത്ത്ഡേ ആയിട്ടെങ്കിലും ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കണം. എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യും. ഇപ്പോഴേ പോയി എന്ത് ചെയ്യും? ഡാൻസ് ആകാം. അത് വേണ്ട, എക്സസൈസ്. അതാകുമ്പോൾ കുറച്ച് സേഫായിട്ട് നിൽക്കുന്ന പരിപാടിയാണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഡാൻസ് മതി, ഡാൻസ് മതി, ഡാൻസ് മതി, ഡാൻസ് മതി, ഡാൻസ് ആയി. എങ്ങനെ എന്താടാ ഇനി ഉണ്ടാ? ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, മനസ്സിലായി? എന്തെങ്കിലുമൊക്കെ. രാത്രി 11 മണി കഴിഞ്ഞ് 12 മണി എൻ്റെ ബർത്ത്ഡേ ആവാറായി. ഒരു തിണ്ടുകളെയും കാണാനില്ല. അല്ലെങ്കിൽ എല്ലാണോ എൻ്റെ കൂടെ കാണും. യോമാരിഞ്ഞ് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതായിരിക്കുമോ? ഒന്നും മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ വിളിച്ചോട്ടെ എന്നെ. എല്ലാ വട്ടവും എന്നെ ഊക്കി വിടുന്നവന്മാരാ. ഈ വട്ടം ഒരുത്തന്മാരെയും കാണാനില്ല. കുറച്ചു നേരം നടന്നാലോചിക്കാം. കുറച്ചു നേരം ഇരുന്നാലോചിക്കാം. എന്നാലും യോമാരെവിടെ? മഴ നനയുണ്ടായിരുന്നു പണ്ടാരം. അറേ ബോസണിക്കേ, വീണിരുന്നെങ്കിൽ എൻ്റെ ചന്തി വരെ കീറായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ പവർ എവിടെ പോയെന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കുകയാണെങ്കിൽ ഐ എം ബാക്ക് ഗൈസ്. പിന്നെ ഈ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂത്തവർ നിൽക്കുമ്പോൾ കാലിൽ വീണമെന്നാണ് പ്രമാണിമാര് പറഞ്ഞിട്ടുള്ളത്. നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സ്മോക്ക് ഇടാൻ പറയുന്ന സമയത്ത് സ്മോക്ക് ഇടാവൂന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, ഞാൻ എവിടെയായിരുന്നു, എൻ്റെ പവർ എവിടെ? സംഭവം എന്നു വെച്ചാൽ എൻ്റെ തൊപ്പിയൊക്കെ തലേന്ന് നമുക്ക് പോകും. അതെനിക്കറിഞ്ഞില്ല. ഇപ്പം എൻ്റെ തൊപ്പി വെച്ചാണ് എന്ന് പറഞ്ഞാൽ പോലീസിലല്ല. അപ്പോൾ പറഞ്ഞേ കിട്ടുന്ന സാധനമല്ലേ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, എൻ്റെ ബർത്ത്ഡേ. താടി കൊള്ളാമോ? താഴോട്ടൊരു അപ്പോൾ നമുക്ക് അത് സോറി, ഞാൻ ഒന്നും പറയാൻ വന്നതല്ല. സോറി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും പേര് ഞാൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, വയ്യായിരുന്നു ഗൈസ്. വയറിളക്കം അത് ഇത് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, തിന്നാൻ വയ്യ, ഒന്നിനും വയ്യ. സ്മോക്ക് വരൂ. പറഞ്ഞു വന്ന കാര്യം എല്ലാം ഒരു കുടക്കീഴിലാണ് ഞാനിപ്പം വെച്ചിരിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കഴപ്പണക്കെട്ട വേലകൾ കാണിച്ചു വിട്ടെന്നറിയോ? ഒരു സ്നാപ്പിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷം നിങ്ങൾ കണ്ടിട്ട് വരും ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ഗൈസ് ഇന്ന് 5 മിനിറ്റ് ഗൈസ്, 5 മിനിറ്റ് ഉണ്ട്. മഴ നല്ല ആൾക്കാരാണ്. അതെ, ദൈവം കരയുന്നു. ദൈവം ഈ സമയത്ത് മഴ. താങ്ക് യു സോ മച്ച് ഗൈസ്. പുണ്യജന്മല്ല, ദൈവം പോലും ഇരുന്ന് കരയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതേ സമയത്ത് 12 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇടി വാങ്ങണം ഗൈസ്. 12 മണിക്ക് ബർത്ത്ഡേക്ക്
ജിനിച്ചേട്ടനെ ഞാൻ ഈ വേളയിൽ മിസ് ചെയ്തു ജിനിച്ചേട്ടാ. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് സൈത്തേട്ടാ. താങ്ക് യു സോ മച്ച് യാസി. താങ്ക് യു സോ മച്ച് അശ്വിനെ. ഇടി ഞാൻ തരാം. പറഞ്ഞ പോലെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അവൻ ആഗ്രഹമാണ് ഇങ്ങനത്തെ വാക്ക് കേൾക്കാൻ. ആരാ കാണിച്ചത്? രാജീവ്. കോബ്ര. അവൻ ഗൈസ് അബി കണ്ണൂര് പോയിക്കണ് ഗൈസ്. അവൻ ഇപ്പം വണ്ടിയിലായിരിക്കും. അവൻ കണ്ണൂര് പോയിക്കണം. അവൻ എത്തിയില്ല. ബാക്കി എല്ലാരും ഉണ്ട്. കഴിഞ്ഞോട്ടം ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വേറെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ അങ്ങനെ ഒരു ബർത്ത്ഡേ കൂടെ ഞാൻ ആഘോഷിക്കാൻ വേണ്ടി, ആഘോഷമല്ല, എൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങ് ഉള്ളിൽ പോകാം അകത്ത്. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ അതുവരെ എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കുന്നതെന്നും എന്തൊക്കെയാണ് നടക്കുന്നതെന്നും. പക്ഷെ ബർത്ത്ഡേക്ക് എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒരു വയസ്സായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ലില്ലി. ജിമ്മിൽ പോണ എല്ലാരും അപ്പം ഇന്ന് മധുരം കഴിക്കുക. അവന്റെ മ്യൂസിക് ഇട്ട് കൊടുക്കണം. ഹൈലൈറ്റ് മ്യൂസിക്. ഹാപ്പി ബർത്ത്ഡേ. ഓ യാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ് ഡാൻസ് കളിച്ച് എന്താടാ ജണ്ണിയാ താങ്കൾ. ഓക്കെ ഗൈസ് ഡാൻസ് കളിച്ച് തളർന്നു വന്നു ഗൈസ്. എനിക്ക് ഈ ഇടവേളയിൽ ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഭയങ്കര ചൂട്. നമുക്ക് ലക്ഷറി ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയത് AC ഉള്ള റൂമിൽ താമസിക്കാം. എന്നിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോവാം. ഓക്കെ കട്ട്. അപ്പം പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചാൽ മാത്രമേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടി എത്തത്തുള്ളൂ. ഓക്കെ എത്തിയിരിക്കും. സോ ദിസ് ഇസ് നിഖിൽ, രാജീവ്, യാസിൻ സൈനിങ് ഓഫ്. സോ ലെറ്റ്സ് ബ്രേക്ക് ദി ഗ്രേസ്. എടാ എന്താ എനിക്ക് അപ്പിടാൻ മുട്ടുന്നില്ല. You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different? Man, you must be kidding. Think you're gonna hit it, but you just don't get it. It's impossible, it's not probable, you're irresponsible.